മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് 11 മണിക്ക് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ശരത് ലാൽ ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശരത്, വലിയ പ്രതീക്ഷയോടെയാണ് രാജ്യം ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക, വിലക്കയറ്റം, നികുതി, അങ്ങനെ നിരവധി പ്രതീക്ഷകളാണുള്ളത്. എന്തൊക്കെയായിരിക്കും ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ടാവുക? ആതിര, കേന്ദ്ര ബജറ്റ് സംബന്ധിച്ചിടത്തോളം അത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വരുന്നത് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രി അതുപോലെ തന്നെ സാമ്പത്തിക സർവേയൊക്കെ കൂടി ഒരു സൂചന പുറത്തു വരുന്നത് ഇടത്തരക്കാർക്കും അതേപോലെ തന്നെ IT മേഖലക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ ആനുകൂല്യങ്ങളുള്ളൊരു ബജറ്റായിരിക്കും. ഇടത്തരക്കാർ എന്ന ഒരു 8 തവണയാണ് ഇന്നലെ രാഷ്ട്രപതി തൻ്റെ പ്രസംഗത്തിൽ ഇടത്തരക്കാർക്ക് വേണ്ടി സംസാരിച്ചത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തത്. ഏതായാലും ഇടത്തരക്കാർക്കൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ടാക്സിലെ അല്ല ഇൻകം ടാക്സിലെ ഇളവുകളാണ്. ഇപ്പോൾ നിലവിൽ ഇൻകം ടാക്സ് താരിഫ് എന്നാൽ 3 ലക്ഷം വരെ 3 മുതൽ 7 ലക്ഷം വരെ 5%, 7 ലക്ഷം മുതൽ 15 ലക്ഷം വരെ 10%, അതിനുശേഷമുള്ളതൊക്കെ 30%. ഇതിൽ നിന്ന് 10 ലക്ഷം വരെ നികുതി ഇൻകം ടാക്സ് നികുതി ഇളവ് നൽകുക എന്നതാണ് ഇടത്തരക്കാരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഈ ബജറ്റിൽ അത് പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അടിസ്ഥാന മേഖലകൾക്ക് കൂടുതൽ ഫണ്ട് മാറ്റിവെക്കും. അതേപോലെ റെയിൽവേക്ക് കൂടുതൽ വന്ദേമാതരം സ്ലീപ്പർ ട്രെയിൻ അടക്കമുള്ള പുതിയ റെയിൽവേ പദ്ധതികൾക്ക് വേണ്ടിയുള്ള കൂടുതൽ ഫണ്ട് അല്ലെങ്കിൽ തുക മാറ്റിവെക്കപ്പെടും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാൻ കഴിയുന്നത് ദേശീയ തലത്തിലുള്ള ബജറ്റാണ്. സ്വാഭാവികമായിട്ടും അതിൽ പ്രധാനമായി കേരളത്തിനെ സംബന്ധിച്ചുള്ള നികുതി വരുമാനം അല്ലെ കേരളത്തിന് എത്ര തുക ഇത്തവണ മാറ്റിവെക്കപ്പെടും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ടുണ്ട്. കാരണം സാമ്പത്തിക പേഴ്സണിലാണ് അടിയന്തരമായി പ്രത്യേക പാക്കേജ് വേണമെന്നാണ് കേരളത്തിലെ എംപിമാരും മുഖ്യമന്ത്രിയും ഒരുപോലെ ആവശ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതത്തിൻ്റെ അല്ലെ കേന്ദ്രത്തിൻ്റെ വിഹിതം കൂടുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതുപോലെ വയനാട് പാക്കേജ് ഉണ്ട്, വിഴിഞ്ഞം വയബിലിറ്റി പ്രോബ്ലം ഉണ്ട്. ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് കൂടുതൽ വിഹിതം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം NRA സംബന്ധിച്ചിടത്തോളം NRAക്ക് രൂപയുടെ വിലയിടവ്, NRAക്ക് കൂടുതൽ റിയൽ എസ്റ്റേറ്റിലും അതേപോലെ കൂടുതൽ സ്ഥലങ്ങളിലും നിക്ഷേപം നടത്താൻ അനുവാദം നൽകുമോ എന്നതാണ് നമുക്ക് പറയേണ്ടത്. നിലവിൽ PI അതായത് പുറത്തുള്ള വിദേശ ഇന്ത്യക്കാർക്ക് അഗ്രികൾച്ചർ മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിക്ഷേപം നടത്താൻ കഴിയില്ല. ടൂറിസം മേഖലയിലും അതേപോലെ തന്നെ നിജപ്പെടുത്തിയ മേഖലയിൽ മാത്രമേ വിദേശ നിക്ഷേപം വിദേശ ഇന്ത്യക്കാർ നടത്താൻ കഴിയും. ഇപ്പോൾ രൂപയുടെ വിലയിടവ് NRAയെ സംബന്ധിച്ചോളം വിദേശ ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള കൂടുതൽ നിക്ഷേപം ഇന്ത്യയിൽ നടത്താൻ പ്രേരിപ്പിക്കുമെന്നാണ് വിദഗ്ധർ കണക്കൂട്ടുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. ഏതായാലും കേരളത്തിൻ്റെ എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിന് ഈ തവണ എയിംസ് പ്രഖ്യാപിക്കപ്പെടുമോ എന്നുള്ളതാണ്. ദേശീയ തലത്തിലുള്ള ബജറ്റ് ആയതിനാൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മാത്രമാണ് വിവിധ പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്. നിലവിലുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ 2ാം ഊഴം തൊട്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നില്ല, നേരിട്ട് പ്രഖ്യാപിക്കുന്നില്ല. പകരം പദ്ധതികൾക്കുള്ള തുക മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ, അതുകൊണ്ട് തന്നെ പുതിയ സ്ഥാപനങ്ങൾ, ഇതൊന്നും ബജറ്റിൽ പ്രതീക്ഷിക്കപ്പെടാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ഈ നയങ്ങളും അതുപോലെ ഏതൊക്കെ വകുപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്ക് ഏതൊക്കെ തുക എത്ര മാറ്റിവെക്കപ്പെടും എന്നറിയേണ്ടത്. കേരളത്തെ സംബന്ധിച്ചോളം റബ്ബർ ബോർഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. റബ്ബർ ബോർഡിന് തുക കൂടുതൽ മാറ്റിവെക്കുമോ? ദൈനംദിന ചെലവുകൾക്ക് പോലും റബ്ബർ ബോർഡിന് തുകയില്ലാത്ത ഒരു ശമ്പളം നൽകാൻ പോലും പറ്റാത്തൊരവസ്ഥ കഴിഞ്ഞ ബജറ്റിന് ശേഷം റബ്ബർ ബോർഡിൽ ഉണ്ടായിട്ടുണ്ട്. റബ്ബർ ബോർഡ് അതുപോലെ നാളികേരപേട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ എത്ര തുക മാറ്റിവെക്കപ്പെടും എന്നതാണ് കേരളത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനമായൊരു വിഷയം. ആതിര, അത്തരത്തിൽ തന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ 2ാമത് ബജറ്റാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഉതകുന്നതാണോ, ഒപ്പം നികുതിയിലുമൊക്കെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമുണ്ടായേക്കുമോ എന്നുള്ളതാണ്. മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് ഇതുവരെ വരുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ കേരളം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ പറയുന്നത് പോലെ എയിംസ് ഇത്തവണ ഉണ്ടാകുമോ, ഒപ്പം തന്നെ കണ്ണൂർ, കോഴിക്കോട് വിമാനത്താവളങ്ങളുടെ വികസനത്തിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെ നിരവധി പ്രതീക്ഷകളുമായി കേരളവും ഉറ്റുനോക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ നിന്ന്.